ഞാൻ ഷെബി, ചാവക്കാട് പുന്നേലാണ് വീട്. ഞാൻ മജ്‌ലിസുമായി ബന്ധപ്പെട്ടിട്ട് ഏകദേശം ഒരു 5 വർഷത്തോളമായി. മജ്‌ലിസിൻ്റെ അനുഭവങ്ങൾ പറഞ്ഞാൽ അത് ഒരു വാക്കുകൊണ്ട് പറഞ്ഞ് തീരാവുന്നതല്ല. ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ട്. അതിൽ ആദ്യമായിട്ട് തന്നെ എൻ്റെ ജീവിതം തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ അനുഭവം. മജ്‌ലിസ് കൊണ്ട് എനിക്ക് കിട്ടിയത് എൻ്റെ ജീവിതം തന്നെയാണ്. എനിക്ക് എൻ്റെ കുടുംബവും എൻ്റെ ഭാര്യയും മക്കളും എൻ്റെ കുടുംബമൊക്കെ എനിക്ക് നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥയിലാണ് അവരെല്ലാം എൻ്റെ കൈവിട്ട് പോകുന്നൊരവസ്ഥയിലാണ് ഞാൻ മജ്‌ലിസിലേക്ക് എത്തിപ്പെട്ടത്. അപ്പോൾ അതെല്ലാം എനിക്ക് തിരിച്ചു കിട്ടിയത് എൻ്റെ മജ്‌ലിസ് കൊണ്ട് തന്നെയാണ്. അതുപോലെ ഞങ്ങൾ മജ്‌ലിസിൽ പറഞ്ഞാൽ മുന്നേ തന്നെ എൻ്റെ ഭാര്യയ്ക്ക് കുറേ കാലമായിട്ട് ഒരു വയറുവേദന ഉണ്ടായിരുന്നു. സ്ഥിരമായിട്ട് അതോട് കുറേ ഡോക്ടർമാരൊക്കെ ഞങ്ങൾ മാറി മാറി കാണിച്ചു. കുറേ മരുന്നൊക്കെ കഴിക്കും. കുറേ ആ മരുന്ന് കഴിക്കുമ്പോഴുള്ളൊരു സമാധാനം അത്രമാത്രം ഉണ്ടാവാറുള്ളൂ. പക്ഷെ ഒരുപാട് ഡോക്ടർമാരെ കാണിച്ചിട്ടും അതിന് ഒരു ശാശ്വതമായിട്ടൊരു ഫലം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ മജ്‌ലിസിൽ വന്ന് ഏകദേശം ഒരു 6-7 മാസം ആകുമ്പോഴേക്കും അവൾക്ക് മജ്‌ലിസിൽ വെച്ചിട്ട് ചികിത്സ ലഭിക്കുകയാണ്. അവിടുന്ന് നമ്മളെ മജ്‌ലിസിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ അവൾക്ക് ഒരു ഓപ്പറേഷന് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് അവൾക്ക് അവിടുന്ന് ചികിത്സ കിട്ടുന്നത്. പിന്നീട് ഒരിക്കലും അവൾക്ക് അങ്ങനെ ഒരു വേദന ഇതുവരെ ഉണ്ടായിട്ടില്ല. എല്ലാം അതോടെ ആ ഒരു വേദന സംബന്ധിച്ച് പിന്നെ ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടത് വരെ വന്നിട്ടുമില്ല. പിന്നെ ഇതുപോലെ തന്നെ ഞാൻ ഒരു വട്ടം ശരിക്കും എൻ്റെ അരക്കിന് കീഴ്പോട്ട് തളർന്നിട്ട് ഇരുന്നിട്ടുണ്ട്. മജ്‌ലിസിൽ വന്നതിന് ശേഷം തന്നെയാണ് ഒരു വട്ടം, അതായത് ഭാര്യയ്ക്ക് ശൈത്താനിയത്തിൻ്റെ കുറേ ബുദ്ധിമുട്ടുണ്ട്. അത് സംബന്ധിച്ചൊക്കെ ആയിട്ട് ശരിക്കും ഞാൻ എൻ്റെ അരക്കിന് കീഴ്പോട്ട് തളർന്നിട്ട് ഒരു 2 ആഴ്ചയുടെ മേലൊക്കെ ഞാൻ അങ്ങനെ ഇരുന്നു. ജോലിക്ക് പോകാനും ഒന്നിനും പറ്റാണ്ട് എൻ്റെ സ്വന്തം കാര്യങ്ങൾക്ക് വരെ എനിക്ക് പോകാൻ പറ്റാതെ ഇരുന്നിട്ട് ഹോസ്പിറ്റലും കാണിക്കുന്നതൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഉസ്താദ് എന്നോട് പറഞ്ഞു, ഈ ഒരു കാര്യം ചെയ്യ്, കുറച്ച് ദിവസം മജ്‌ലിസിൽ വന്ന് താമസിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ മജ്‌ലിസിൽ വന്നിട്ട് ഒരു 7 ദിവസത്തോളം ഞാൻ താമസിച്ചു. എന്നിട്ടും അവിടുന്ന് എൻ്റെ കാര്യങ്ങളൊക്കെ ബാത്റൂമിലേക്ക് പോകാനായാലും വുളു എടുക്കാനൊക്കെ ആയാലും എന്നെ കൊണ്ടുവരുന്നത് സലാം, അതുപോലെ അന്ന് സൈദാലി ഉണ്ടായിരുന്നു മജ്‌ലിസിൽ, അവരൊക്കെ എന്നെ താങ്ങിയെടുത്ത് കൊണ്ടുപോയിരുന്നു. എനിക്കെന്നിട്ട് 7 ദിവസം ആകുമ്പോഴേക്കും എനിക്ക് അവിടുന്ന് ചികിത്സ കിട്ടുകയും ചെയ്തു നമ്മുടെ മജ്‌ലിസിൽ വെച്ചിട്ട്. അതുപോലെ തന്നെ എൻ്റെ ഭാര്യയ്ക്ക് ശൈത്താനിയത്തിൻ്റെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ശരിക്കൊരു ഭ്രാന്തമായ അവസ്ഥ തന്നെയായിരുന്നു അവൾക്ക്. ഒരു ഭ്രാന്തിയുടെ പോലെ തന്നെ അങ്ങനത്തെ ഒക്കെ ഒരു തന്നെയായിരുന്നു ശൈത്താനിയത്തിൻ്റെ. പക്ഷെ ഇപ്പോഴൊക്കെ അവള് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ അവൾക്കൊരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് തന്നെ പറയാം. ഒരു ബുദ്ധിമുട്ടും ശരിക്കും ഇപ്പോൾ ഇല്ല അവൾക്ക്. ശൈത്താനിയത്തിൻ്റെതായിട്ടുള്ള ഒരുവിധം എല്ലാം മാറി, ഞങ്ങളുടേതായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും മാറി. അതൊക്കെ എനിക്ക് എൻ്റെ മജ്‌ലിസ് കൊണ്ട് കിട്ടിയൊരു അനുഗ്രഹമാണത്. അതൊന്നും നമ്മൾ എത്ര പറഞ്ഞാലും അത് ആർക്കും മനസ്സിലാവില്ല. അതൊക്കെ അനുഭവിച്ചവർക്കാണ്, അത് അനുഭവിക്കുമ്പോഴാണ് അത് എല്ലാവർക്കും മനസ്സിലാവുള്ളൂ. നമ്മളിങ്ങനെ പറയുമ്പോൾ മറ്റുള്ളവർക്ക് നമ്മൾ പറയുന്നതിന് അതൊരു വില കൽപ്പിക്കില്ല. സാധാരണ ഒരു സംസാരം കേൾക്കുന്നൊരു ഫീൽ ഉണ്ടാവുള്ളൂ. പക്ഷെ അതൊക്കെ നമുക്ക് അനുഭവിച്ചറിഞ്ഞാലാണ് അത് അറിയുള്ളൂ. അതിനും വലിയൊരു ഭാഗ്യം എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ, എനിക്ക് 3 ആൺമക്കളാണ്. എൻ്റെ 3 മക്കളും അവിടുത്തെ നമ്മുടെ ദർസിലാണ് പഠിക്കുന്നത്. അൽഹംദുലില്ലാ, അവിടെ പഠിക്കുന്ന നമ്മളെല്ലാ മക്കളും നല്ല ഹാഫിളീങ്ങളും ആലിമീങ്ങളും ആക്കിയിട്ട് അല്ലാഹു സഹായിക്കട്ടെ. നമ്മളെ മക്കളെല്ലാവരെയും, അവിടെ പഠിക്കുന്ന നമ്മളെല്ലാ മക്കളെയും ഈ ലോകത്തിലേക്ക് ഉപകാരമുള്ള മക്കളായിട്ട് അല്ലാഹു തരട്ടെ. പിന്നെയെന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ മാറ്റം തന്നെയാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ആഗ്രഹം. ഞാൻ
നമ്മളെ മജ്ലിസിൽ വന്നതിന് ശേഷം, എൻ്റെ മജ്ലിസിൽ വന്നതിന് ശേഷം എനിക്ക് ദീനുമായിട്ട് എനിക്ക് കൂടുതൽ അടുക്കാൻ പറ്റി. അവിടെ വരുന്ന ഒരുപാട് പണ്ഡിതന്മാരുമായിട്ട് എനിക്ക് ഒരുപാട് അടുക്കാൻ പറ്റി. ദീനുമായിട്ട് എന്നൊക്കെ പറഞ്ഞെടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാ ഇതിലും എൻ്റെ നിസ്കാരവും ഇബാദത്തും എല്ലാതും ഞാനിപ്പോൾ കറക്റ്റ് ഇതിൽ ഞാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ തുറന്നു പറയാം, ഞാൻ മജ്ലിസിൽ വരുന്നതിന് മുന്നേ ഒന്നും ഞാൻ ഇതൊന്നും ഇല്ലാത്തൊരു വ്യക്തി തന്നെയായിരുന്നു. പക്ഷെ അതൊക്കെ എന്നൊക്കെ ഇങ്ങനെ മാറ്റിയെടുത്തത് എൻ്റെ ഉസ്താദ് തന്നെയാണ്, എൻ്റെ അഷ്റഫ് ഉസ്താദ് തന്നെയാണ്. ഉസ്താദിനും കുടുംബത്തിനും ആഫിയത്തുള്ള ദീർഘായുസ്സ് അള്ളാഹു നൽകട്ടെ. ആമീൻ. എനിക്കൊക്കെ ഇപ്പോഴും എന്ത് വിഷമങ്ങളും എന്തെങ്കിലും സങ്കടങ്ങളും വന്നു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴും അതെ, ഞാൻ ആ മജ്ലിസിൽ കുറച്ചു നേരം പോയിരിക്കും, ഉസ്താദിൻ്റെ അടുത്ത് കുറച്ചു നേരം പോയിരിക്കും, സംസാരിക്കും. പിന്നെ നമ്മളെ ഫാറൂഖ് ഉസ്താദിൻ്റെയും നമ്മളെ അഷ്റഫ് ഉസ്താദിൻ്റെയും ഫാറൂഖ് ഉസ്താദിൻ്റെ ഒക്കെ പൊന്നുമാടെ കബറുകൾ കുറച്ചു നേരം പോയി ദുആ ചെയ്തിട്ട്, യാസീനൊക്കെ ദുആ ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ മനസ്സിനൊരു സമാധാനം കിട്ടും. എനിക്ക് എന്തെങ്കിലും ടെൻഷനായിട്ട് ഞാൻ നിന്ന് കഴിഞ്ഞാൽ അപ്പോൾ ഓടി ഒരു മജ്ലിസിലേക്ക് കുറച്ചു നേരം അവിടെ വന്നിരിക്കും. അങ്ങനെയാണ് ഓരോ അവസ്ഥകൾ. ഇപ്പം എല്ലാം കൊണ്ടും എൻ്റെ ജീവിതം റാഹത്താണ്, ഒരു പ്രശ്നമില്ല. എല്ലാ രീതിയിലും എനിക്ക് എൻ്റെ ജീവിതം തിരിച്ചു കിട്ടിയിട്ടുള്ളതാണ്. വളരെ സന്തോഷത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇതിൽ കൂടുതലൊന്നും പറയാനില്ല, പറയാൻ എനിക്ക് വാക്കുകൾ കിട്ടണമില്ല. അസ്സലാമു അലൈക്കും.